കോയമ്പത്തൂർ ട്രിപ്പിൽ രാവിലെ പോയത് മരുതമലയായിരുന്നു. ഇനി നമുക്ക് പോകേണ്ടത് ആദിയോഗിയുടെ അടുത്തേക്കാണ്. മരുതമലയിൽ കയറിയ ക്ഷീണം മൂലം ഊബർ ടാക്സി വിളിച്ചാണ് പോയത്. ഊബർ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആപ്ലിക്കേഷനിൽ കാണുന്ന ചാർജിനേക്കാൾ കൂടുതൽ എപ്പോഴും ഡ്രൈവേഴ്സ് ആവശ്യപ്പെടും. അത് കാറായാലും ഓട്ടോ ആയാലും അതൊന്ന് ശ്രദ്ധിക്കുക. മരുതമലയിൽ കയറിയ ക്ഷീണത്തിൽ മാളുവും ദിനവും നല്ല ഉറക്കത്തിലാണ്. ഞാൻ കാഴ്ചകൾ കണ്ടും ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ആദിയോഗിയുടെ മണ്ണിലെത്തി. ഒരു വലിയ ഗ്രൗണ്ട് ഏരിയയിലേക്കാണ് നാം എത്തുന്നത്. റോഡിനൊരു വശം യോഗ സെൻ്ററാണ്, മറുവശത്ത് ആദിയോഗിയുടെ സ്റ്റാച്യുവിലേക്ക് പോകുന്ന വഴിയും. യോഗ സെൻ്ററിൽ ഫോണോ ബാഗോ ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. അത് ലോക്കർ റൂമിൽ നൽകിയിട്ട് വേണം പോകാൻ. പേഴ്സ് കൊണ്ടുപോകാം. യോഗ സെൻ്റർ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. അവിടെ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത് പഠിപ്പിക്കുന്ന ഒരു ഏരിയയൊക്കെ ഉണ്ട്. ഒരു 10 മിനിറ്റ് ക്ലാസ്സും മെഡിറ്റേഷനുമാണ്. അത് നല്ല ഒരു അനുഭവമായിട്ട് തോന്നി. അതുപോലെ നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് ആളുകൾ, വിദേശികൾ ഉൾപ്പെടെ, അവിടെ യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് കാണാം. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്രദേശമാണ്. നല്ല രസമാണ്. അവിടെ നമുക്ക് വീഡിയോയോ ഫോണൊന്നും അലൗഡ് അല്ലാത്തതിനാൽ അവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് അവൈലബിൾ അല്ല. ഇനി അടുത്ത് ആദിയോഗിയുടെ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്കാണ് പോകാനുള്ളത്. അപ്പോൾ പോകാനായിട്ട് ഏകദേശം ഒരു 400-500 മീറ്റർ ദൂരമാണ് എനിക്ക് തോന്നിയത്. നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ചെറിയ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ ഉണ്ട്. അതുപോലെ കാളവണ്ടിയുണ്ട്. കൂടുതൽ ആൾക്കാരും കാളവണ്ടിയാണ് പ്രിഫർ ചെയ്യുന്നത്. അത് കാണുമ്പോൾ നമുക്ക് ആദ്യം ഒരു വിഷമമൊക്കെ തോന്നും. പക്ഷേ ഞങ്ങളും പോയത് കാളവണ്ടി തന്നെയാണ്. നിനൂസിന് കാളവണ്ടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എന്നൊരു ഉദ്ദേശം കൂടിയായിരുന്നു. കാളവണ്ടിയിലുള്ള യാത്ര വളരെ മനോഹരമാണ്. വലിയ മരങ്ങളൊന്നുമില്ല. ഒരു ഗ്രൗണ്ട് പോലെ പരന്ന പ്രദേശം, വയലുകളൊക്കെയാണ്. ആ വയലിൻ്റെ അതിർത്തികളിൽ ഇങ്ങനെ മലനിരകളെ കാണാം. അതിന് മുകളിൽ തെളിഞ്ഞ ആകാശവും മേഘങ്ങളെ കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഒത്ത നടുക്കായിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ അല്ലെങ്കിൽ ആ വയലിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു വലിയ പ്രദേശത്തിൽ ആ സ്റ്റാച്ചു നിൽക്കുമ്പോൾ മറ്റ് മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ആ ഒരു ഒഴിഞ്ഞൊരു പ്രദേശത്ത് വലിയൊരു സ്റ്റാച്ചു നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൃഷിയിടങ്ങളും അതുപോലെ ആ മലനിരകളും എല്ലാം കൂടെ വരുമ്പോൾ ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങളവിടെ ആദ്യം എത്തുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ശരാശരി തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ക്രമേണ തിരക്ക് കൂടി വന്നു. രാത്രി 7 മണിക്ക് ഒരു ലേസർ ഷോ ഉണ്ട്. അത് കാണുവാൻ വേണ്ടിയുള്ള തിരക്കാണ്. ഞങ്ങളും ലേസർ ഷോ കാണുവാൻ തീരുമാനിച്ചു. അവിടെ വെയിറ്റ് ചെയ്തു. ഇരുട്ടും തോറും നല്ല തണുപ്പായിരുന്നു. പ്രത്യേകിച്ച് വയൽ പ്രദേശമായതിനാൽ നല്ല തണുത്ത കാറ്റുമുണ്ടായിരുന്നു. പതിയെ പതിയെ തിരക്ക് അനിയന്ത്രിതമായി വർദ്ധിച്ചു. കുറച്ച് പേടിയൊക്കെ ആയി തുടങ്ങി. കാരണം ഈ ലേസർ ഷോ കഴിയുമ്പോൾ എല്ലാവരും ബസ് കിട്ടുവാൻ വേണ്ടി ഒരുമിച്ചുള്ള ഓട്ടമാണ്. അത് കുറച്ച് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നി. 7:30 ആയിട്ടാണ് ലേസർ ഷോ ആരംഭിച്ചത്. തിരക്ക് കാരണം ലേസർ ഷോ കണ്ടില്ലെങ്കിലും തിരികെ പോയാൽ മതിയെന്നായി ഞങ്ങൾക്ക്. ലേസർ ഷോ തുടങ്ങി അധികം വൈകാതെ ഞങ്ങൾ അവിടെ നിന്നും പതിയെ ഗ്രൗണ്ടിലേക്ക് യാത്ര ആരംഭിച്ചു. ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ ബസ്സുകൾ ഈ ഷോയ്ക്ക് ശേഷം മാത്രമേ പോകുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിനാൽ വീണ്ടും ഊബർ ടാക്സി വിളിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി. ലേസർ ഷോ ഒരു വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു.